MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടിനസുമായി ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിലവിലെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ആന്ദ്രെ ഒനാന ക്ലബ്ബ് വിടാൻ സാധ്യത ഉണ്ടെന്നോ അദ്ദേഹത്തിന് പകരക്കാരനായാണ് ഇപ്പോൾ അർജന്റീനിയൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടിനസിനെ ഇപ്പോൾ യുണൈറ്റഡ് ലക്ഷ്യമിടുന്നതെന്നും സൂചന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലിയോ പാരഡീസിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ സ്ഥാനത്തെ സ്ഥിരതയില്ലായ്മയും പ്രകടനവുമായിരുന്നു. നമുക്കറിയാം, ഡേവിഡ് ഡിഗയ്ക്ക് ശേഷം വന്ന ഒനാനയ്ക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഒനാനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലോകകപ്പ് ജേതാവും മികച്ച ഫോമിലുള്ള ഗോൾ കീപ്പറുമായ എമിലിയാനോ മാർട്ടിനസിനെ യുണൈറ്റഡ് ഞോട്ടമിട്ടിരിക്കുന്നത്. അർജന്റീനയുടെ ദേശീയ ടീമിലെയോ ആസ്റ്റൺ വില്ലയിലെയോ പ്രധാന താരമായ എമിലിയാനോ മാർട്ടിനസ് സമ്മർദ്ദ ഘട്ടങ്ങളിലെ മികച്ച പ്രകടനത്തിലോ പേര് കേട്ട ആളാണ് എമിലിയാനോ മാർട്ടിനസ്. ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വലിയ തുക മുടക്കാനും തയ്യാറാണെന്ന് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം, എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമായിരുന്നു അന്ന് കാഴ്ചവെച്ചിരുന്നത്. അന്നത്തെ ഗോൾഡൻ ഗ്ലൗവും അന്ന് എമിക്ക് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ 2021-22 കോപ്പ അമേരിക്ക അന്നും മികച്ച പ്രകടനമായിരുന്നു എമിലിയാനോ മാർട്ടിനസ് കാഴ്ചവെച്ചിരുന്നത്. അന്നത്തെ ഗോൾഡൻ ഗ്ലൗവും എമിക്ക് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. എമിലിയാനോ മാർട്ടിനസ് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി കളിച്ചപ്പോൾ 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ് എന്നിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഒരു മികച്ച ഗോൾ കീപ്പർ തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ്. എമിലിയാനോ മാർട്ടിനസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.